അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ദിവസത്തേക്ക് ടൂർണമെന്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. 2-ാം തീയതി തുടങ്ങാമെന്ന് പറഞ്ഞ ടൂർണമെന്റ് നമ്മൾ 4 എന്നുള്ളൊരു ഡേറ്റിലോട്ട് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഞാൻ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മറ്റേ ചടപ്പിക്കാൻ വേണ്ടി പറയണതല്ല. നമ്മുടെ കൂട്ടത്തിൽ കളിക്കാനുള്ള പ്ലേയേഴ്സുകളുടെ എല്ലാം പലരുടെയും വീട് പല ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ കറണ്ടും ഇത് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ബ്രാവോടെ വീട്ടിലും വെള്ളം കയറി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൂടെ കൺസിഡർ ചെയ്യണം. നമുക്കൊരു ടൂർണമെന്റ് നടത്തുക എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവരെയും നീയൊക്കെ തോന്നുന്നവരെ വെച്ച് കളിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതെന്തായാലും നടക്കത്തില്ല. നമ്മുടെ ഒരു കറണ്ട് സെനാറിയോയിൽ നമ്മൾ അതുകൂടെ അവരുടെ സിറ്റുവേഷനും കൂടെ റെസ്പെക്ട് ചെയ്യണം. സോ ഒരു 2 ദിവസം നമുക്ക് നോക്കാം. മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയുവാണെന്നുണ്ടെങ്കിൽ ഇതാക്കാം. കാരണം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എറണാകുളത്തോടൊന്ന് പോകണമെങ്കിൽ തന്നെ ഈ പറയണതുപോലെ മഴ ഇതൊക്കെ ഒന്ന് തോന്നാലേ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഷോക്കായിട്ടിരിക്കുക. ബ്രാവോടെ വീട്ടിൽ നിന്ന് സാധനങ്ങളും വണ്ടികളൊക്കെ മാറ്റിയിട്ട് ബ്രാവോയ്ക്കും ഒന്നും ചെയ്യാൻ സെർവർ ഹോസ്റ്റ് സൈഡ് എല്ലാം ബ്രാവോയാണ് നോക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടോട്ടലി പെട്ട് ഈ ടൂർണമെന്റിന്റെ കാര്യത്തിൽ. കാരണം ഞങ്ങൾ ടൂർണമെന്റ് അടുത്ത ഒരു സെർവർ എടുത്തായിരുന്നു കേസ്. ആ ഹോസ്റ്റ് 6-ാം തീയതി എക്സ്പയർ ആവും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇനിയൊരു ഹോസ്റ്റ് എടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10-25,000 രൂപ വീണ്ടും ഹോസ്റ്റിന് വേണ്ടി 1 മാസത്തേക്ക് മുടക്കണം. അപ്പോൾ വേറെ വഴിയില്ല. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. അത് നോക്കിക്കൊണ്ട് നമ്മൾ ഈ പറയണത് പോലെ 2 ദിവസം 6 ദിവസത്തിൽ തീർക്കാനുള്ള കാര്യം പറ്റൂലല്ലോ. കാരണം അതിനേക്കാളും വലിയൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ് നമുക്കത് മാറ്റി വെച്ചേ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. സോ ഹോസ്റ്റ് നമുക്ക് ഈ മറ്റേ ആൻറ്റി ചീറ്റൊക്കെ ഇടണമെങ്കിൽ അത്യാവശ്യം റാമും സ്പെക്കും ഉള്ള ഒരു ഇതെടുത്തേ പറ്റുള്ളൂ. സോ നമ്മളിപ്പോൾ എടുത്ത ഹോസ്റ്റ് എന്തായാലും വെറുതെ ആയി. ഞങ്ങളുടെ ഒരു പ്ലാനിൽ ഞങ്ങൾക്ക് ഇത്രയും ടീം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ടോട്ടലി ഒരു 50 ടീം മാക്സിമം പ്രതീക്ഷിച്ചതാണ്. മനസ്സിലായോ? 50 ടീമിനകത്ത് മാക്സിമം ടീമിനെ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളൊരു സാധനം ആയതെടുത്ത് ഇപ്പോൾ അത് 80 ആയി. അപ്പോൾ 80 എന്ന് പറയുമ്പോഴത്തെ ആ ഒരു സംഖ്യയിലോട്ട് എത്തിയപ്പോഴത്തേക്കിനും നമ്മൾ 4 ദിവസത്തിൽ തീർക്കാനിരുന്ന ടൂർണമെന്റ് ഏകദേശം 7 ദിവസത്തോളം എക്സ്റ്റെൻഡ് ആയി. മനസ്സിലായി? ഇനി അത് ഇതാക്കാനുള്ള പ്ലാനൊക്കെ. പിന്നെ ഞാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PvP നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഈ 2 ദിവസത്തെ രജിസ്ട്രേഷനിൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താലോ എന്നുള്ളൊരു തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് നിങ്ങൾക്ക് മടുപ്പാവും ചിലപ്പോൾ ഇനിയും ടീം വന്നാൽ. കാരണം 7 എന്നുള്ളത് ഇനി 9-10 ദിവസമാവും ടൂർണമെന്റ്. പക്വേ ഹായ്, വെൽക്കം സ്ട്രീം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച സിറ്റിസൺസിനും കുറച്ച് XMD അങ്ങനത്തെ ഉള്ളവർക്ക് ചാൻസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ചതാണ്. പക്ഷേ ടൂർണമെന്റ് എക്സ്റ്റെൻഡ് ആയി പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഇനി മുന്നോട്ട് നീട്ടിയ ടീമും കൂടിയ ഡേയ്സും കൂടി പോകും. ഇനി മഴ ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യമൊന്നും അറിയത്തില്ലല്ലോ. ഫോണിലാണെ പടപടേന്ന് മെസ്സേജ് വരുന്നത്. എന്തുവാ മറ്റേ അടുത്ത ഇത്ര മണിക്കൂറിൽ മഴയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് വേറൊരു പ്രശ്നം. അപ്പം ഇത്രയാണ് നമുക്കിപ്പോ ടൂർണമെന്റ് അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടിട്ട്. ഇനി ടീം രജിസ്റ്റർ ചെയ്തേക്കുന്ന എണ്ണം പറയുന്നുണ്ടെങ്കിൽ അത് ഇതിപ്പോ പബ്ലിക് ആക്കിയിട്ടില്ല ടീം. സ്ക്രീൻ ഷെയർ നോടെ സൈറ്റ് പബ്ലിക് ആക്കി. സൗണ്ട് ഞാൻ ഫുള്ള് കൂട്ടിയിട്ടേക്കോ 134 എന്തോ. ഓക്കെ, ഡോണ്ട് ഓപ്പൺ കെക്സാർട്ട്. എനിക്ക് അറിയാടാ, കെക്സാർട്ട് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയതാ. ഈഗിൾ പ്രോ ടൂറിന് 18+ അല്ല, എല്ലാ 18+ അല്ല, എല്ലാ പ്ലേസ് 18+ ജസ്റ്റ് നോക്കണം. കുറച്ച് ലിസ്റ്റ് കണ്ടപ്പോൾ ബിലോ 18 ആണ്. എടാ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ബ്രോ. നമ്മുടെ സിറ്റിയിലെ റൂൾസ് പ്രകാരം PvP കളിക്കാൻ കഴിവുള്ള പൊട്ടൻഷ്യലുള്ള കുറച്ച് പിള്ളേർ കളിക്കാൻ പറ്റാതെ ഇരിപ്പുണ്ട്. അവർക്കൊരു ടൂർണമെന്റിന് അവരുടെ പേരൻസിന്റെ കൺസെന്റോട് കൂടി ആ ടൂർണമെന്റ് കളിക്കാം. അത് ഒരു 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഗൈസ്. അവർ കളിച്ചോട്ടെ. കാരണം പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. 18 വയസ്സിൽ താഴെയുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് പ്ലേയേഴ്സ്. അതിന് ഏതൊക്കെ ടീമിലാണേലും, ഇപ്പം നമുക്ക് പ്രശ്നമുള്ള ടീമുകളാണെങ്കിലും എന്ത് ടീമിലാണേലും 18 വയസ്സിൽ താഴെയുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അവരൊന്ന് കളിച്ചോട്ടെ. എടാ നിക്കോണെ, ഞാൻ നിന്റെ അടുത്ത് ഇനി നിനക്ക് ജസ്റ്റിസ് എന്ന് പറഞ്ഞ് ഇവിടെ ചാറ്റ് സ്പാം വന്നാൽ നിന്നെ ഒരു കാലത്തും ഞാൻ ആക്കത്തില്ല. ഒരു കാലത്തും നിന്നെ ഞാൻ ആക്കത്തില്ല. നിന്റെ ഈ മറ്റേ അടവുണ്ടല്ലോ, ഈ അടവ് ഇവിടെ എടുത്തുകൊണ്ട് വന്നാ നിന്റെ മറ്റേ സഹതാപ അടവ്, നിന്റെ ഇവിടെ ആൾക്കാർ പറയുന്നതിനനുസരിച്ച് നിന്റെ അൺമോഡിങ് ഡേയ്സ് കൂടിക്കൊണ്ടിരിക്കും. ഒരു സംശയമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇത് നമ്മള് കാണാൻ പോണതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർണമെന്റ് എവർ ആയിരിക്കും. കാരണം ടീംസിന്റെ ക്വാളിറ്റി ആണെങ്കിലും, അതായത് കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാം വെച്ച് നോക്കിയാലും
വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർണമെന്റ് ആയിരിക്കും ഈ നടക്കാൻ പോണത്. സത്യം പറ. ആലോചിക്കണം, ഞാൻ 1 വീട്ടാണ് കിടക്കുന്നത്. നീയാ ഗോകു, MRC ഗോകു. അളിയ വല്ല വാലറന്റോ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ അളിയ നീ അടിക്കുമെന്ന് 10 പേരെയൊക്കെ നീ അടിക്കും അളിയ. ഓക്കെ അളിയാ, നീ കാണാൻ പോണത് നീ നോക്കിയോ, നീ പറയും. ഞാൻ ഒരു കാര്യം പറയാം ഗോകു, നീ ഈ ടൂർണമെന്റിൽ ഒരു 1v3 എടുത്താ 1v3 എടുത്താ നിനക്ക് 10,000 രൂപ എക്സ്ട്രാ സമ്മാനം ഉണ്ടാവും. ഓക്കെ 1v3 എടുത്താ. ഓക്കെ പക്ഷെ ഞാൻ ഇവരോട് പറയട്ടെ അളിയാ, ഈ സെയിം സ്ഥലത്ത് നിന്നെ പൊസക്കുന്ന സമയത്ത് ഞാൻ നിന്നെ നാറ്റിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? നീ പ്ലക്കി വീഴുന്ന സമയത്തോടല്ലേ ഞാൻ വെച്ച് പൊസക്കും. ഒരു സംശയവും ഇല്ല, കമന്ററിയിലെ ഞാൻ അങ്ങ് പൊസക്കി കളയും ഞാൻ. യൂസ് ദിസ് ക്ലിപ്പ് ആഫ്റ്റർ ടൂർണമെന്റ്. ഓക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എടാ ടൂർണമെന്റ് ഗൈസ്, ഇതാണ് നമ്മുടെ രജിസ്റ്റേർഡ് ടീംസ് എല്ലാം. എടാ ഇവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണടാ നമുക്ക്, ഈ ലോസ് സെറ്റാസിന് കേട്ടാ. കാരണം ഇവരാണ് രജിസ്ട്രേഷനിലെ ഫസ്റ്റ് ടീം. പടേന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തവരാണ്. അതായത് ലോസ് സെറ്റാസിന് എന്റെ വക ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ടായിരിക്കും ടൂർണമെന്റ് കഴിയുമ്പോ. അത് ഉറപ്പായിട്ടും അത് ഉറപ്പായിട്ടുണ്ടാവും. സോ ലോസ് സെറ്റാസിലെ LSL കളിക്കുന്നത് വോൾഫി. എടാ ഇങ്ങനെ പേര് വായിച്ചിട്ട് കാര്യമില്ല, അത് ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ലൈവില്. പിന്നെ അടുത്ത ടീം അതിരടി യൂണിറ്റ് ATU ആണ്. പിന്നെ MX3 എലൈറ്റ് സ്ക്വാഡ് സപ്ലയേഴ്സ് ആണ്. അടിയിലത്തെ സപ്ലയേഴ്സ് ടീം കാറ്റാടി, BVQ. പിന്നെ അടുത്തത് എൽ ക്ലാസിക്കോ. എനിക്ക് നല്ല ഹോപ്പുള്ള ഒരു ടീമാണിത് എൽ ക്ലാസിക്കോ. പിന്നെ കാസർഗോഡ്സ് ആണ് അടുത്ത ടീം. ആൻഡ് ടീം DRS. പിന്നെ ടീം KVP ഉണ്ട്. KVPയിലെ ഉണ്ട് OG. പിന്നെ നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ്. അടുത്തത് ആക്ട് ഉണ്ട്. ഛോട്ട മുംബൈ. പിന്നെന്താ പിന്നെ ഏതാ പിന്നെ ടീം സിൻഡിക്കേറ്റ്, ടീം കാലാപ്പാനി, TGA മെയിൻ ലൈനപ്പ് അല്ലേ അത്? അതെ കൊമ്പന്, വാസ്കോ, മാലിക്, അഖിൽ ജോഡ്, ലോസി, അവരൊക്കെയാണ് TGAക്ക് വേണ്ടി ഇറങ്ങുന്നത്. ടീം നെയിം TUF ആണ് അടുത്തൊരു ടീം. അടുത്തത് ടോക്കിയോ മറിയാനോ. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് ഹോപ്പിനൊക്കെ മുകളിലുള്ള ടീം തലയെവിട്ടും അതോ ലോകം ആണ് ടിവിയുടെ മെയിൻ ലൈനപ്പായിട്ട് വരുന്നേക്കുന്നത്. അരീത ബീസ്റ്റ്, ഡോർക്കി, സ്റ്റീവ്. ഡോർക്കി, സ്റ്റീവ്, ഇറ്റാച്ചി, ഡെസ്ട്രോ, നീല്, വില്ലു, ജുഗുറു, സാവേജ്. എയിംലോക്ക് മെയിൻ ആരാ? സ്നൈപ്പ് ആണല്ലേ? സ്നൈപ്പ്. ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാം. ടൂർണമെന്റ് കളിക്കുന്ന എല്ലാവരുടെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സോ ഈ ടൂർണമെന്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു നല്ല എക്സ്പോഷർ ആയിരിക്കും. ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും ദയവ് ചെയ്ത് സ്വന്തം പേരിൽ കളിക്കുക. അല്ലാതെ അണ്ടിക്കോയ സക്കർ എന്നൊക്കെ പറഞ്ഞ് വരരുത് ദയവ് ചെയ്ത് പ്ലീസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നെയിമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിമിംഗ് നെയിമോ എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ അത് ത്രൂ കിട്ടുന്ന എക്സ്പോഷർ വേറെ ഒന്നിനും കിട്ടത്തില്ല. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരിൽ കളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായ? ഏറ്റവും നല്ലത് അതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ നിങ്ങൾക്കൊരു നല്ല എക്സ്പോഷർ കിട്ടും. ഓക്കെ. അപ്പൊ പിന്നെ ടോക്കിയോ തലവെട്ടോ അതിലൊക്കെ. അടുത്തത് താഴോട്ടെ ടീം മാസ് ഉണ്ട്. മാസിൽ ബുള്ളോപ്പി അവരൊക്കെയാണ്. കുട്ടേട്ടൻ, അതും നമുക്ക് എല്ലാവരും പേര്. സേതു ഉണ്ടോ? ഇല്ലല്ലോ. സേതു കളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, സേതു ഇല്ല. പിന്നെ ടീം നെയിം CID പ്രിൻസസിന്റെ CID. ആ CID അല്ലേ ഇത്? പിന്നെ ടീം നോട്ടിക് എക്സ് ഉണ്ട്. പിന്നെ ESP ഉണ്ട്. ടീം ESP. പിന്നെ ഏതാണ് ടീം അൺനോൺ UK. പിന്നെ ഈ ബ്ലേസ് കാർട്ടേഴ്സ് അല്ലേ BCZ. പിന്നെ അടുത്ത ടീം R3X. പിന്നെ ബ്ലഡ് ലൈന് 6-7. ടീം 6-7 14 ഗേറ്റ് റൈഡ്, വൈക്കിങ്സ്. പിന്നെ അടുത്ത തക്കുടുവാവ അതോ ലോകം.
രായനുണ്ട്, കണ്ണാപ്പിയുണ്ട്, ബോബോയുണ്ട്, ഗോഗു ഓ ഉണ്ട്, രോമോഞ്ചം. സാധനം വരെ. ബോബ്, കില്ലുവ, ഡീമൻ, ജൂഡ്, അമ്പത്തൂര്, ലോലൻ ആൻഡ് ഷൗട്ടെക്സ്, മാമൻ സബായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മള്. പിന്നെ അടുത്ത ടീം TVA-X CSK ആണ് അടുത്ത ടീം. മന്ദാരം, ഓക്സി, ഏബൽ, ആഷ് ബ്രൂട്ടൽ, അലക്സ്, ബ്ലാക്ക് ഹോൾ ആരാ? മോബി, ഗോഗു, റേജോണർ ആരാ? സ്റ്റാലിന്, സെക്കൻഡ് ചന്ദ്രബോസ്, ടുബോർഗും അവനുമാണ് സബ്. ഈ സബ് നോക്കണ്ട, അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ കളിപ്പിക്കും, അങ്ങനത്തെ ഉള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സൽസമുക്ക് ബോയ്സ് ആണ് അടുത്തൊരു ടീം എന്ന് പറയുന്നത്. സൽസമുക്ക് ബോയ്സ്, ടീം സൽസമുക്ക്. പിന്നെ ടീം നെയിം TBS, അടുത്ത ടീം TBS ആണ്. പിന്നെ ടീം നെയിം ഇസഡം ആണ് അടുത്ത ടീം. പിന്നെ പറക്കും തളിക XTPA ആണ് അടുത്ത ടീം. TPAയുടെ തന്നെ 2 ലൈനപ്പാണ്. അടുത്തത് താമരാക്ഷം പിള്ള അധോലോകം, അതല്ലേ TPA? TPA. ഓക്കെ. പിന്നെ IGZനകത്തുനിന്ന് ഒരു ടീമുണ്ട്. ടീം വാൽഹെല്ല ഉണ്ട്, MRC റാംബോ, സ്പീഡോ, ഷിബു സുൽത്താൻ, CK മാരി, ബാക്കിയുള്ളവരെ അറിഞ്ഞൂടാ. പേരെന്തോ കർപ്പൂരം എന്നൊക്കെയാണ് ഇട്ടേക്കണത്. ഞാൻ ഇതാണ് പറഞ്ഞത്, ഇങ്ങനത്തെ പേരൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ നിങ്ങളെ ആരും തിരിച്ചറിയത്തില്ല. മനസ്സിലായോ? കർപ്പൂരം, സാമ്പ്രാണിത്തിരി എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വന്നാൽ നിങ്ങളെ ആർക്കും മനസ്സിലാവൂല, നിങ്ങൾ പെർഫോം ചെയ്താൽ പോലും. മനസ്സിലായോ? അല്ലടാ രായ, ഈ 5M വേറെ പേരായിരിക്കൂലേ? 5M സെർവറിൽ കയറുമ്പോ നമുക്ക് മാറ്റിയിടാൻ പറ്റും. അതാ പറഞ്ഞേ. അല്ല, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞ അളിയാ, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. ഡിസ്കോഡിലെ പേരാ ഇത്, ഡിസ്കോഡിലെ പേരാ. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇത് ഗെയിമിനകത്ത് വരുമ്പോൾ ഉള്ള ഗെയിമിലെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായോ? അലക്സ് ഉണ്ടല്ലോ, അലക്സ് ഒക്കെ CSK ലാണ്. അതായിട്ടോ. അടുത്ത ടീം ഗില്ലി ബ്രദേഴ്സ്, GBZ. പിന്നെ ഡെത്ത് ഉണ്ട്, DX ഉണ്ട്, DX. ഈസ്റ്റ് സൈഡ് വെല്ലാസ്, ESB. ഇത് എക്സലൻസിലെ ഗ്യാങ് അല്ലല്ലോ ഈ ESB ഒന്നും. ശബ്ദം കേൾക്കുന്നേ. ലാമാസിയ LM അടുത്ത ടീം. പിന്നെ ടീം മാഫിയ താഴോട്ട് ടീം മാഫിയ. RB7 ടീം RB7 ഉണ്ട്. ഷാഡോ കാർട്ടൽ ഉണ്ട്. പിന്നെ ടീം അഞ്ഞൂറാൻ ബ്രദേഴ്സ് കൊള്ളാം. ടീം നെയിം കഴക്കൂട്ടം FC ഉണ്ട്. ഈ കഴക്കൂട്ടം FC Z30 ആണോ? സെർജിയോ ഇസ് ലൈവ് ഒക്കെ കിടക്കുന്നത്. Z30ക്ക് വേറെ ടീം ഉണ്ടല്ലോ. ആണോ? ഓക്കെ. കഴക്കൂട്ടം FC ഉണ്ട്. ടീം ഇറ്റാലിയ ഉണ്ട്. ഒസാക്ക. ഇതൊക്കെ മറ്റേ ഒസാക്ക ഓവന്, ഇതൊക്കെ T47 അല്ലേ? T47 ലൈനപ്പ് ആണ് ടീം ഇറ്റാലിയ T47 ലൈനപ്പ്. പിന്നെ AS റോമയാണ് അടുത്ത ടീം. ടീം ഉഷ്ണംമൂല. നീ ഇതൊക്കെ ഒന്ന് കമന്ററി പറയുന്ന ആലോചിച്ചൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറല്ലേ? ഉഷ്ണമൂല അവിടെ ഒരു ക്ലച്ച് എടുത്തിട്ടുണ്ട്. അത് എങ്ങനെ പറയുമല്ലേ? ടീം ഉഷ്ണമൂലത്. ഉഷ്ണമൂല KV ആണോ? എടാ, ഉഷ്ണമൂല KV ആണോ? ഇല്ല. ഗോകുലെ കമന്ററി വരെ കൊണ്ട് ഗോകുലെ കളി കമന്റ്, നിന്റെ കളിയില്ലാത്ത കമന്ററി വരെ പറഞ്ഞ കേട്ടോ. ഒറ്റയ്ക്ക് പോയത് കഴിഞ്ഞോടത്തെ പോലെ ചത്തു. താഴോട്ട്. ടീം നെയിം RZ7X അറബി, ഷെയ്ക്ക്, മാക്ക്, സ്റ്റോം ഫോസ, ചാർലി, വയുഗ, സെൻഡെക്സ്, ജോക്കർ ജോഡ്, IG പാണ്ട, ഫാറ്റ് ബോയ് ഗെയിമിംഗ്, മിസ്റ്റർ ലോക്കി. സബ് റെക്സോപ്പിയും ഡേസൽ ബ്ലേക്കും. പിന്നെ ടീം മിയയിലും ഉണ്ട്. പിന്നെ RMD XTPAക്ക് 3 ലൈനപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് KVയുടെ മെയിൻ ലൈനപ്പ് ഇവിടെ ഹിറ്റ്മാന്, ഹോക്കി, ഇതാരാ? കൂൾ ഡ്രാഫ്, കോർപ്സ്, അൾട്രോണ്, Apela.7, ഡ്രേക്കണ്, കക്കാശി, സിദ്ധു, റോങ്കോ എന്നാണ് എഴുതിയേക്കുന്നത്. റോണോ. പിന്നെ ബാറ്റ്മാന്, ലൈവ് ഗെയിമർ വൈറ്റ്, അത് മൊട്ട. അപ്പൊ കാർലോ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂടാ. പക്ഷെ ഇപ്പൊ നമ്മൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തോണ്ട് കാർലോ ഉണ്ടാവും.
ടീം ബ്ലാക്ക് സ്കോഡും KV ആണെന്ന് തോന്നുന്നു. KV ആണ് മൊബൈൽജോഡ്. അതെ യൂട്യൂബ് ഷേക്ക്. അത് KVയുടെ ലൈനപ്പ് തന്നെ. ഗ്യാസ്ട്രോ എവിടെ കിടക്കുന്നത്? ഗ്യാസ്ട്രോ ശരവണഭവൻ ബോയ്സിലാണ് കാസ്ട്രോ ഗെയിമിംഗ്. കാസ്ട്രോ സുമതിയമ്മായി അത് ഇതല്ല പൊളിക്കുന്നത്. ഇപ്പൊ അമ്മായിയല്ല, അമ്മാവനാ. ഇപ്പം മെയിൻ ക്യാരക്ടർ ഇപ്പൊ അമ്മാവനാ. സുമതി അമ്മാവൻ, ലെജൻഡ് ഗെയിമർ, ജേസ്, സ്വീറ്റ്, ഇക്രമോന്, ഹെൻസോ, VL ക്ലോഷ്. പിന്നെ അവന് അതുപോലും ഇട്ടിട്ടില്ല, പേര് പോലും അവന്റെ ID ഇട്ടേക്കണ്. എക്സ്റ്റീസ് പാർക്ക്, സഗു, വാസ്കോ. സോ KVക്കും 3 സ്ക്വാഡ് ഉണ്ട്. ബ്ലാക്ക് സ്ക്വാഡ്, ശരവണ ബോയ്സ്, KVA. മൂന്ന് ഇതിലാണ് KVA സ്ലോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത ടീം നെയിം അടുത്ത് എക്സ്ട്രീം തറവാട്, XT അവരാണ്. പിന്നെ Z30 ഉണ്ട് ഇവിടെ. Z30യുടെ മെയിൻ ലൈനപ്പ് അല്ലാതെ ഉണ്ട് കേട്ടാ. Z30 അസീം, എൻവിക്സ്, ഫെക്സർ, ഡെവിന്, OG ഗോട്ട്, റൂട്ട്, മൈറ്റി, ഒഡിസി ഒക്കെ ഇറങ്ങി. അതെന്താടാ അവന്റെ പേര് കണ്ടില്ലേ? ഐ ആം യുവർ ഡാഡി. ഇതൊക്കെയാണ് പയ്യന്മാരുടെ പ്രശ്നം. അടുത്ത ടീം നെയിം ബോൺ മെർസിലസ് ആണ് അടുത്ത ടീം നമുക്കുള്ളത്. പിന്നെ ടീം 500 കുടുംബം. 500 കുടുംബമാണ് ബ്ലാക്ക് മാഫിയ ആണോ അത്? 500 കുടുംബോ? അല്ല, ഈ ബോൺ മെർസിലസ് ബ്ലാക്ക് മാഫിയ ആണോ? ഓക്കെ. അടുത്ത ഇത് റേസ് 7 അവരുടെ തന്നെ ലൈനപ്പാണോ? ടക്കായി, ടർബോ, വിപ്സി. അതെ വിപ്സി ഒക്കെ ഉണ്ടല്ലോ. അത് RZ7ന്റെ രണ്ടാമത്തെ അടുത്ത ലൈനപ്പാണ് ഈ ടീം RZ7 എന്നുള്ള കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്തത് RZ7X DLX. കുറിപ്പിടാനി, പ്രണവ്, കിഡു, ലോൺലി, ഗൺസ്ലിംഗർ, ഇക്രു, ചരൺ, ഡ്രീംലാൻഡ് വോക്കർ, ഗാഡ്സോ, ജോഷോ FPS. പിന്നെ ഉസ്മാൻ സബ് ആണ് RZ7ന്റെ മൂന്നാമത്തെ ലൈനപ്പ്. എനിക്ക് തോന്നുന്നു VH നിന്ന് ഒരു ലൈനപ്പേ ഉള്ളതെന്ന് തോന്നുന്നു. RZ7ൽ നിന്ന് 3 ലൈനപ്പ് ഇട്ടിട്ടുണ്ട് അവര്. പിന്നെ റൂത്ത്ലെസ് അഗ്രഷൻ ടീം നെയിം അടുത്ത ടീമായിട്ട് വന്നത്. അടുത്തത് ചെങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ്. അടുത്ത CSK ചെങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ് ആണ് നമുക്ക് അടുത്തൊരു ടീമായിട്ട് വന്നേക്കുന്നത്. പിന്നെ റൈഫിൾ ക്ലബ്, ചന്ദ്ര കോപ്പറേറ്റ് കൊടുക്കും കേട്ടാ. റൈഫിൾ ക്ലബ് അടുത്ത ഒരു ടീം. അടുത്ത 40G ഫോർ ദ ഗ്രേറ്റ്. ഇത് എനിക്ക് തോന്നുന്നു TGയുടെ സെക്കൻഡ് ലൈനപ്പ് ആണെന്നല്ലേ? 40G ആണോ? സ്മോക്ക്ഡ് ബാബ്സ് ഒക്കെ ഉണ്ടല്ലോ. അതെ TJ കാബ്സ് ആണ്. അതെ. അപ്പൊ TJക്ക് 2 ലൈനപ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 3 ലൈനപ്പ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2 ലൈനപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ടീം കയ്യുവാൻ. അതെന്താ അങ്ങനെയാണോ വായിക്കുന്നത്? കയ്യുവാനാണ് അടുത്ത ടീം. ഇത് എന്തൊക്കെ ഞാൻ കമന്ററി പറയുമ്പോ എങ്ങനെ വരുവടാ, എങ്ങനെ പറയും ഇതൊക്കെ? സീരിയൽ നടൻ വരാൻ അഗാർത്ത അടുത്ത ടീം. അഗാർത്തയാണ് ആണ് അടുത്ത ടീം. അടുത്ത ടീം SYT. അവന്റെ ആയത്തോന്റെ DP നോക്കിയടാ. അവന്റെ ആയത്തോന്റെ എന്താടാ അവൻ പേരിട്ടേക്കുന്നത്? എന്താ പഞ്ചവൻ പരിവേന്ദ്രൻ. അടുത്ത വടക്കൻ വീട്ടിൽ VNV ആണ് അടുത്ത ടീം. RDR ആണ്. പിന്നെ കാട്ടാക്കട ബോയ്സ്. DW ആണ് അടുത്ത ടീം. പിന്നെ സ്റ്റോം റൈഡേഴ്സ് അടുത്തൊരു ടീം വരുന്നത് സ്റ്റോം റൈഡേഴ്സ് ആണ്. പിന്നെ ടീം ഫെയ്ത്ത്, ടീം JDA. അടുത്ത ടീം അടുത്ത ടീം സെനിൻ. പിന്നെ അടുത്ത DNA ആണ് നമ്മുടെ ലാസ്റ്റ് രജിസ്റ്റേർഡ് ടീം. ഇത് ഓർഡർ വൈസ് അല്ലടാ? കറക്റ്റ് കറക്റ്റ് ഓർഡർ വൈസ് ആണ്. ഏറ്റവും അവസാനം രജിസ്റ്റർ ചെയ്ത ഏറ്റവും അവസാനം സ്ലോട്ട് കിട്ടിയ DNA ആണ്. സോ എടാ ഡെമോ ഇന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്? കാണിക്കാം. അല്ല കളിയാണോ? അല്ല മറ്റേ ഇത് ഫ്ലെക്സർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഗെയിം എങ്ങനെയാണ്
ടീമിനെ സെലക്ട് ചെയ്യണമെന്നും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. എടാ ഒന്ന് കാണിക്കടാ നോടെ, അത് നീ ചെയ്തില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് open ചെയ്ത് അതുകൂടെ കാണിക്ക്. കാണിച്ചു തരാം. നിങ്ങളെ ടൂർണമെന്റിന്റെ ഒരു നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ പിടികിട്ടും. മൊത്തം 7 ദിവസമാണ് ടൂർണമെന്റ് വരുന്നത്. ഇവിഎക്സ് ഇല്ലേ, ഇവിഎക്സ് ഡിസ്മാൻഡിൽ ആയിരുന്നു ബ്രോ, ഓൾറെഡി സെർവർ ചെയ്യുന്നു. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ അവര് അല്ലാതെ കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. നോടെ ഇടോ ലൈവ് എടുത്തോണ്ടിരിക്കാം. എന്റെ ചാറ്റിൽ കിടപ്പുണ്ടാണ് ഓക്കെ മോളോട്ട്. അണ്ണാ ഹലോ കേക്കാവോ? കേക്കാം പറ. അണ്ണാ ഇത് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോ 10 ടീമാണ് ഒരു ഗ്രൂപ്പ് എയിൽ വരുന്നത്, മനസ്സിലായോ? 10 ടീം ഒരു ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി അങ്ങനെ മൊത്തം H വരെ ഗ്രൂപ്പ് ഉണ്ട്. സോ ഒരു മിനിറ്റ്, CSK ഇവിഎക്സ് ആണെന്ന് ആണോ? ഓക്കെ അങ്ങനെയാണെ ഓക്കെ. സോ ഗൈസ് ദ ഫോർമാറ്റ് ഞങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് ഫോർമാറ്റ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഇതാക്കി മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പം അതായത് ഗ്രൂപ്പ് എയില് 10 ടീം കാണും, ഗ്രൂപ്പ് ബിയില് 10 ടീം, അങ്ങനെ 10 ടീം വെച്ചിട്ട് ഗ്രൂപ്പ് H വരെ ഉണ്ട്. ഓക്കെ, ഡേ 1 ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിന്റെ മത്സരമായിരിക്കും കാണുന്നത്. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പില് 3 മാച്ച് വെച്ചിട്ട് കാണും. ഒരു ഗ്രൂപ്പിന് ഗ്രൂപ്പ് എക്കും ഗ്രൂപ്പ് ബിക്കും 3 മാച്ച് വെച്ച് 3 മാച്ച് വെച്ച്, അതായത് ആദ്യം നടക്കുന്ന ഗ്രൂപ്പ് എന്റെ 10 ടീം മാത്രമായിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും, 3 മാച്ച് കാണും അവർക്ക്. അതേപോലെ അന്നത്തെ ദിവസം തന്നെയാണ് ലൈക്ക് ഗ്രൂപ്പ് ബിന്റെ നടക്കുന്ന 10 ടീം വെച്ചിട്ട് ഒരു ഇതിന്റെ അകത്ത് 3 മാച്ച് അവർക്ക് കാണും. അങ്ങനെ ഡേ 1 അങ്ങനെ ഡേ 2 ഡേ 3 ഡേ 4 മനസ്സിലാവും. ഇതില് ക്വാളിഫൈ ആവുന്നത് 32 ടീം മാത്രമായിരിക്കും ക്വാളിഫൈ ആവുന്നത്, മനസ്സിലാവും. ഓക്കെ, അതില് പൊസിഷൻ വരുന്നത് നാലാമത്തെ, അതായത് ഈ 3 മാച്ചില് നമ്മൾ എടുക്കുന്ന പോയിന്റ് 4ാം സ്ഥാനം വരെ ഉള്ളവർ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് വരുന്നവരെ മാത്രം സെലക്ട് ചെയ്ത് 32 ടീമിനെ എടുക്കും നമ്മൾ. 20 പേരിൽ നിന്ന്, അതായത് 80 വരുന്നു, 80 ടീമിൽ നിന്ന് 32 ടീമിനെ സോർട്ട് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ ഇതേ സെയിം തന്നെയാണ്, 8 ടീം വെച്ചിട്ടായിരിക്കും കളി വരുന്നത്. മൊത്തം 4 ഇതേപോലെ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞ് 8 ടീം വെച്ചിട്ട് കാണും. അവിടെ നിന്ന് സോർട്ട് ഔട്ട് ഇതേപോലെ അതായത് ഡേ 1 ഡേ 2 ഉണ്ട്, അതായത് 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ ദിവസവും പിന്നെ 6ാമത്തെ ദിവസവും ഇതേപോലെ 8 ടീം വെച്ചായിരിക്കും മാച്ച് നടക്കണം. അത് സോർട്ട് ഔട്ട് ചെയ്ത് വരുന്നത് 12 ടീമിലോട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഫൈനലിൽ വരുന്ന 12 ടീം ആയിരിക്കും ഫൈനൽസിൽ വരുന്നത്, അതായത് ലാസ്റ്റ് 7ാമത്തെ ദിവസം. അതാണ് ഇതിന്റെ ഇത്. അപ്പൊ ഫൈനൽസ് ഗൈസ് ബെസ്റ്റ് ഓഫ് 3 വേണോ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് 5 വേണോ? ബെസ്റ്റ് ഓഫ് 3 വേണോ ബെസ്റ്റ് ഓഫ് 5 വേണോ എന്ന് തീരുമാനിക്കുക. ബെസ്റ്റ് ഓഫ് 5 ആണെങ്കിൽ നല്ല ഡ്യൂറേഷൻ ആയിരിക്കും, അതാണ് പ്രശ്നം. എടാ ഒരു പോൾ ഇട്ടേടാ, ബെസ്റ്റ് ഓഫ് 3 or 5 എന്നൊരു പോൾ ഇട്ടേ. 3 വേണോ 5 വേണോ എന്നൊരു പോൾ ഇട്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്മിൻ സാറിലും ഉണ്ടോ ഇവിടെ? മോഡറേറ്റേഴ്സ് ഞാൻ ഇടാം, വെയിറ്റ്. ആരെങ്കിലും ഇടുന്നുണ്ടോ? ഞാൻ ഇട്ടോളാം. 3 or 5 എന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആരെങ്കിലും ഓപ്ഷൻ ലേബൽസ് നീഡ് ടു ബി അറ്റ്ലീസ്റ്റ് 2 ക്യാരക്ടർ. വന്നോ? എടാ 30 സെക്കൻഡ് പോളോടാ. ഇത് ആരാടാ ഇട്ടത്? ഡിലീറ്റ് ചെയ്ത് കളയട്ടെ ഇവനെയൊക്കെ. ഞാൻ ഇട്ടോളാം. നീ ഒന്നും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ ദയവ് ചെയ്ത്. 30 സെക്കൻഡിൽ പോളിടാൻ ബുദ്ധിയില്ലാത്ത ആൾ. ആരാണ് ഇട്ടത്? അവൻ ഇന്ന് തന്നെ അൺമോഡ് ചെയ്യട്ടെ. ഏത് വേണം എന്നായിപ്പോയി. ഏത് വേണം? അങ്ങനെയാണെങ്കിൽ ഡ്രീമർ ആണോ ചോദിക്കുന്നത്. 3 വേണോ 5 വേണോ? 5 വേണോ? അളിയ ഞാനും 30 സെക്കൻഡ് ഇട്ട് സ്റ്റാർട്ട് കൊടുത്തു വേടാ. അപ്പൊ അത് തന്നെ കറക്റ്റ് തന്നെ വേണം. കറക്റ്റ് 69% 3 മതിയെന്നാണ് കേട്ടാ. 68% 3 മതിയെന്നാണ്. കട്ടയ്ക്ക് വോട്ട്. കട്ടയ്ക്ക് ഇല്ല, 68% 3 മതിയെന്നാണ്. 3 ബെസ്റ്റ് ഓഫ് 3 മതിയെന്നാണ് ആൾക്കാർ പറയണത്. ബെസ്റ്റ് ഓഫ് 3. നമുക്ക് എന്തായാലും പോൾ നോക്കാം. അപ്പൊ ഡേ 1 ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും, ഡേ 2 ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡിയും, ഡേ 3 ഗ്രൂപ്പ് ഇയും ഗ്രൂപ്പ് എഫ്, ഡേ 4 ഗ്രൂപ്പ് ജിയും ഗ്രൂപ്പ് എച്ചും, ഡേ 5 ഗ്രൂപ്പ്
ആദ്യത്തെ ഗ്രൂപ്പ് M1 ഗ്രൂപ്പ് M2 ഡേ 6 ഗ്രൂപ്പ് M3 ഗ്രൂപ്പ് M4 ഡേ 7 ഫൈനൽസ്. ഗൈസ് നമ്മളിത് ഒരു മാച്ച് ആക്കാഞ്ഞെന്ന് പറഞ്ഞുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ GTA പോലത്തെ ഗെയിംസ് നമ്മളിപ്പോൾ ഒരു സിംഗിൾ മാച്ച് വെച്ചിട്ട് നമുക്ക് ഇവരുടെ ടീംസിന്റെ പൊട്ടൻഷ്യലി ഒന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ടീമിനും 3 മാച്ച് വെച്ച് കൊടുക്കുന്നത്. 3 മാച്ച് ആകുമ്പോൾ അവർക്ക് കംബാക്ക് അടിക്കാനും തിരിച്ചു പോകാനും എല്ലാത്തിനും സമയം ഉണ്ടാവും. മനസ്സിലായ? ഗ്രൂപ്പ് സെലക്ട് ചെയ്താ ഗൈസ് ഞാൻ ഈ ചോദിച്ചത് ഫൈനൽസ് അത് മാത്രമാണ്. select ചെയ്യാൻ വേണ്ടി പോണെ. ഫൈനൽസ് മാത്രമാണ്. ബാക്കിയെല്ലാം 3 മാച്ചാണ്. ബാക്കിയെല്ലാം 3 മാച്ചാ. ഫൈനൽസ് മാത്രം 5 എണ്ണം വേണോന്നാണ് നിങ്ങൾക്ക് ചോദിച്ചത്. ഫൈനൽസ് മാത്രം. ഫൈനല് മാത്രമാണ് കേട്ടോ, ബാക്കിയെല്ലാം 3 മാച്ച്. സെമി ആൻഡ് ഫൈനൽസ് ബെസ്റ്റ് ഓഫ് 5 ആക്കാമോ? സെമി ആൻഡ് ഫൈനൽസ് ബെസ്റ്റ് ഓഫ് 5 ആക്കാമോ? അത് ഇവന്റെ ലൈവ് നോഡിന്റെ 5 വേണം. നമുക്ക് എന്തായാലും പോള് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫൈനൽ നോക്കാം. ഗൈസ് 5 കളി എന്നൊക്കെ പറഞ്ഞാൽ എത്ര സമയം എടുക്കൂടാ? ലാസ്റ്റ് ഫൈനലിൽ കുഴപ്പമില്ല. 12 ടീം വെച്ച് 5 കളി എന്ന് പറഞ്ഞാൽ എന്തായാലും 4 മണിക്കൂർ എടുക്കൂലേ? അത് എടുക്കും. ഇല്ല, ഇത്രയും ദിവസം ഇത് സ്പെക്ക് എന്തായാലും എടുക്കും. ഇത് ഇത്ര 3 ടീം വെച്ചിട്ട് 2 ദിവസം അത് എടുക്കും ടൈം. അതായത് ഡേ 1 തൊട്ടുള്ള തെറ്റിപ്പോയതാ. ഒന്നുകൂടെ ഇടുവോന്നോ? ഓക്കെ, നിങ്ങളെല്ലാം വിചാരിച്ചത് എല്ലാ മാച്ചിന്റെയും കാര്യമാണോ? ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഞാൻ ഫൈനലിന്റെ കാര്യം മാത്രമാണ് ചോദിച്ചത് നിങ്ങളോട്. ഫൈനലിന്റെ മാത്രം. ബാക്കിയെല്ലാം 3 മാച്ച് ആയിരിക്കും. ബാക്കി നമ്മൾ കൂട്ടുന്നില്ല ഗൈസ്. അത് ഭയങ്കര ഇതായി പോകും ഗൈസ്. നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടാണ്, കളിക്കുന്ന നിങ്ങൾക്കും അല്ല കാണുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, കളിക്കുന്ന പ്ലേയേഴ്സിനും ബുദ്ധിമുട്ടാവും. അതെ ഞാൻ ഒന്നുകൂടെ പോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടീം സെലക്ട് ചെയ്യാം. ടീം സെലക്ട് ചെയ്യാം. അതായത് ഇത് റാൻഡം പിക്കർ ആണോടാ? ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഡേ 1 ഗ്രൂപ്പ് എയിൽ വരുന്ന 10 ടീമിനെ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഗ്രൂപ്പ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഡേ 1 അതായത് 4-ാം തീയതി കളിക്കാൻ പോണ മാച്ച്